CPM പൊന്നാനി ഏരിയ സമ്മേളനത്തിന് നാളെ കൊടി ഉയരും. 3 ദിവസങ്ങളായി മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. ഡിസംബർ 8-9 തീയതികളിൽ പ്രതിനിധി സമ്മേളനവും തുടർന്ന് ഡിസംബർ 9 വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളനവും നടക്കും. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ 9 മുതൽ മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ചേരും. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന സഖാവ് E.G. നരേന്ദ്രൻ പതാക ഉയർത്തും. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് കരിങ്കല്ലത്താണി സെൻട്രലിൽ സഖാവ് സീതാറാം യേച്ചൂരി നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൊന്നാനി ഏരിയയിൽ 113 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 12 ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ 7, 8, 9 തീയതികളിലായി പാർട്ടിയുടെ ഏരിയ സമ്മേളനം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലുള്ള കാഞ്ഞിരമുക്കിലെ മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അന്നേ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വിവിധ ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 126 പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചേർത്തുകൊണ്ട് 145 പ്രതിനിധികളാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ MLA, EN മോഹൻദാസ്, P. ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. വൈകിട്ട് 4-ന് കുണ്ടുകടവിൽ നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും കറുകത്തിരുത്തി വളവ് സെന്ററിൽ നിന്ന് പൊതുപ്രകടനവും ആരംഭിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ശനിയാഴ്ച 4 മണിക്ക് പ്രയാണം ആരംഭിക്കും. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന പടിയത്ത് ഗംഗാധരൻ, കോമളവല്ലി ടീച്ചർ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥയ്ക്ക് തുടക്കമാകും. EK ഇമ്പിച്ചിബാവയുടെ വസതിയിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത്. കേശവേട്ടന്റെ വസതിയിൽ നിന്നും അത്ലറ്റുകളുടെ അകമ്പടിയോടെ ദീപശിഖ ജാഥ പ്രയാണം ആരംഭിക്കും. തുടർന്ന് ജാഥകൾ പൊതുസമ്മേളന നഗരിയായ കരിങ്കല്ലത്താണിയിൽ വൈകിട്ട് 6-ന് സംഗമിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T. സിന്ധു പതാക ഉയർത്തും. പൊന്നാനി ഏരിയയിലെ 113 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് 12 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 126 പ്രതിനിധികൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ആകെ 145 പ്രതിനിധികൾ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 1 മാസക്കാലം നീണ്ടുനിന്ന നിരവധി അനുബന്ധ പരിപാടികൾ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. നവംബർ 24-ന് പതാക ദിനം ഏരിയ തലത്തിൽ സമുചിതമായി ആചരിച്ചു. എല്ലാ ബ്രാഞ്ചുകളിലും മൺമറഞ്ഞുപോയ ഏരിയയിലെ മുഴുവൻ സഖാക്കളെയും അനുസ്മരിക്കുന്ന സ്മൃതി സദസ്സുകൾ നടന്നു. വനിതകളുടെ ഷൂട്ടൌട്ട് മത്സരം, ശുചീകരണ പരിപാടിയായി ക്ലീൻ കനോലി, ഫ്ലോറിംഗ്, കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണം, മലപ്പുറത്തിന്റെ അകവും പുറവും എന്ന വിഷയത്തിൽ സെമിനാർ, ഗാനമേള, ബാലോത്സവം, നാടൻ കലാമേള, ക്രിക്കറ്റ് ടൂർണമെന്റ്, ബാഡ്മിന്റൺ ടൂർണമെന്റ്, മഹിളാ സംഗമം, സാഹിത്യത്തിലെ പൊന്നാനി തനിമ എന്ന വിഷയത്തിൽ സെമിനാർ, മുൻകാല സഖാക്കൾക്ക് ആദരം, ദേശീയ രാഷ്ട്രീയവും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ സെമിനാർ, പാട്ടബാക്കി, നാടകാനുഭവം തുടങ്ങിയ വിവിധ അനുബന്ധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് T. സിന്ധു ചെയർപേഴ്സണും VV സുരേഷ് കൺവീനറുമായ 501 അംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ CP മുഹമ്മദ് കുഞ്ഞി, E. സിന്ധു, സുരേഷ് കാക്കനാത്ത്, VV സുരേഷ് എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി.